പിറന്നാൾ ആഘോഷത്തിനായി വാങ്ങിയ കേക്കിൽ തേരട്ടയെ കണ്ടെത്തിയതായി പരാതി. വടവന്നൂരിൽ പ്രവർത്തിക്കുന്ന ബേക്കറിക്കെതിരെയാണ് ഒരു കൂട്ടം യുവാക്കൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. നല്ല വൃത്തിയായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കുന്ന പോഷണം നല്ല വൃത്തിയുള്ള പോഷണം ഇതുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് കയറി ഈച്ച സമ്മേളനം കണ്ടാൽ ചില പറന്നോ ഇരുന്നു പറയാം. ഇത് അരിച്ചു വരുന്ന സാധനം തന്നെയാണ്. ഒരെണ്ണം തിന്നിട്ട് വന്നിട്ട് കൈ കുട്ടിയുടെ ബാക്കി കൊല്ലങ്കോട് സ്വദേശിയായ ബിനുവിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ സുഹൃത്തുക്കൾ വടവന്നൂരിലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ കേക്കിലാണ് തേരട്ടയെ കണ്ടത്. പെരുന്നാൾ ദിനത്തിൽ കൊല്ലങ്കോട് മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്ന സാഹചര്യത്തിലാണ് ഇവർ വടവന്നൂരിലെ ഗോൾഡൻ ബേക്കറിയിലെത്തി കേക്ക് വാങ്ങിയത്. ബിനുവും സുഹൃത്തുക്കളായ സുരേഷ് ബാല, ബിജു രവി, സുജിൻ, സെബാസ്റ്റ്യൻ, എസ് അജയ്, എസ് സുഷുരാജ് എന്നിവരും ചേർന്ന് കേക്ക് മുറിച്ച് ഭക്ഷിക്കുന്നതിനിടെയാണ് കേക്കിൽ തേരട്ടയെ കണ്ടത്. കൂട്ടത്തിലൊരാൾ കേക്കിനൊപ്പം തേരട്ടയെ കടിച്ചപ്പോഴാണ് കേക്കിൽ തേരട്ടയുള്ളതായി മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ബേക്കറിയിലെത്തി വിവരം പറയുകയും ഭക്ഷ്യസുരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകുകയുമായിരുന്നുവെന്ന് യുവാക്കൾ പറഞ്ഞു. കൂട്ടുകാരൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്തു ഒരു രാത്രി 8 മണി ആ ടൈമിലാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കഴിച്ചായിരുന്നു. കഴിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് നമ്മുടെ സുഹൃത്തിനായിരുന്നൊരു തേരാട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ചേരട്ട കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളതുകൊണ്ട് കടയിൽ, അതായത് വടവന്നൂർ ഉള്ള ഒരു പുതിയ ബേക്കറിയാണ് ഗോൾഡൻ ബേക്കറി എന്ന് പറഞ്ഞ ബേക്കറി. അവിടെ പോയി നമ്മൾ പരാതി പറഞ്ഞായിരുന്നു. അപ്പോൾ പരാതി പറഞ്ഞപ്പോൾ അവർ വേറെ നമ്മുടെ അടുത്ത് പറ്റിപ്പോയി, അങ്ങനെ ആ രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. പിന്നെ നമ്മൾ അവിടുന്ന് അവരുടെ ഇത് പാകം ചെയ്യുന്ന, അതായത് മേക്ക് ചെയ്യുന്ന അതിനകത്ത് കടന്നു നോക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായി. അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ വളരെ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ കേക്ക് മേക്കറെ വിളിച്ചായിരുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ നിലവിൽ ലൈസൻസ് ഒന്നുമില്ല. അപ്പോൾ കടയിലെ ആൾക്കാരോട് സംസാരിച്ചു. ഓണറെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ വരാൻ പറ്റില്ല, നിങ്ങൾ പോയിട്ട് നാളെ വരും, നമുക്ക് നാളെ എന്താ വെച്ചാൽ തീരുമാനം എടുക്കാം, നിങ്ങൾക്ക് അങ്ങനെ കോമ്പൻസേഷൻ ആണെങ്കിൽ അതാണെങ്കിൽ അങ്ങനെ ആ രീതിക്ക് നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല, പക്ഷെ നാളെ വേറൊരു ആൾക്ക് ഈ ഒരു ഗതി വരാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്, അപ്പോൾ പൈസ കൊടുത്ത് മേടിക്കുന്നതാണ് ഒന്നാമത് അങ്ങനെ ഒരു കാര്യം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ തുടർന്ന് അദ്ദേഹത്തോട്, അതായത് ആ ഓണറുടെ അളിയനോടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പറ്റുന്ന വെച്ചാൽ എന്താ ചെയ്തോളൂ, ഇപ്പോഴെന്തായാലും പറ്റില്ല, നമുക്ക് നാളെ പറ്റുള്ളൂ, ആ രീതിയിലാണ് നമ്മുടെ അടുത്ത് വർത്താനം പറഞ്ഞത്. കൊല്ലങ്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർക്കും കൊല്ലങ്കോട് പോലീസിലും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.